ശ്രീ യുവരാജ് ഗോകുൽ, ഡൈവേഷണറി ടാക്ടിക്സ് നമ്മൾ പലത് കണ്ടിട്ടുണ്ട്, ഗതി മാറ്റാൻ പലത് ചെയ്യും. ഇപ്പോൾ MP-മാർ പാർലമെന്റിന് മുമ്പിൽ പ്രതിഷേധം നടത്തുന്നത് തികച്ചും സ്വാഭാവികമായ കാര്യമാണ്, ദൈനംദിനം എന്നോണം നടക്കുന്ന കാര്യവുമാണ്. ഇന്ന് അതിനൊരു തടസ്സം വരുന്നു, അവിടെ ഒരു സംഘർഷം ഉണ്ടാകുന്നു, തുടർന്ന് സംഘർഷം ചർച്ചയും വാർത്തയുമാകും എന്ന് തീർച്ചയായും അത് ആസൂത്രണം ചെയ്ത ആളുകൾ വിചാരിക്കുന്നുണ്ടാവും. അതിനപ്പുറത്ത് ഇന്ത്യയിൽ ആകപ്പാടെ BJPക്ക് വലിയ തിരിച്ചടി നൽകാൻ പര്യാപ്തമായ, വലിയ തോതിൽ നിങ്ങളെ പ്രതിരോധത്തിൽ നിർത്താൻ കഴിയുന്ന ഒന്നാണ് അമിത്ഷായുടെ വായിൽ നിന്നറിയാതെ വീണുപോയ പദാവലി എന്ന് ഉൾക്കൊള്ളുന്നുണ്ടോ? അഭിലാഷ്, ഡൈവേഷണറി ടാക്ടിക്സ് ആണ് എന്നുള്ള കാര്യത്തിൽ ഞാൻ 100% അംഗീകരിക്കുന്നു. പക്ഷേ ഡൈവേഷണറി ടാക്ടിക്സ് എന്തായിരുന്നു എന്നുള്ളതാണ് വിഷയം. 17-ാം തീയതിയാണ് അമിത്ഷാ പാർലമെന്റിൽ ഈ പറയുന്ന സോകോൾഡ് പ്രസംഗം നടത്തിയിരിക്കുന്നത്. അദ്ദേഹം ഒരുപാട് നേരം സംസാരിച്ചു. ആ പ്രസംഗം പാർലമെന്റിൽ നടത്തുന്ന സമയത്ത് പാർലമെന്റിനകത്ത് ഇരുന്നിരുന്ന ഒരാൾക്ക് പോലും അത് ഒരു അപമാനിക്കുന്ന പ്രസംഗമാണ് എന്നുള്ളത് തോന്നിയിരുന്നതേയില്ല. 12 മണിക്കൂറുകൾക്ക് ശേഷം അദ്ദേഹത്തിൻ്റെ പ്രസംഗത്തിൽ ഒരു 30 സെക്കൻഡ് കട്ട് ചെയ്തുകൊണ്ട് ഇട്ടതിന് ശേഷം ഇപ്പോൾ അഭിലാഷ് കുറച്ചു നേരത്തെ അവതരിപ്പിച്ച ആ ഒരു വാദം ഉണ്ടല്ലോ, അംബേദ്കർ എന്ന് പറയുന്നതിന് പകരം ഏതെങ്കിലും ദൈവങ്ങളുടെ പേര് പറഞ്ഞിരുന്നെങ്കിൽ പുണ്യം കിട്ടിയേനെ എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും ആ പറയുന്ന 30 സെക്കൻഡിൽ കൊടുക്കുന്ന മെസ്സേജ് എന്താണ്? അംബേദ്കർ എന്ന് പറയുന്നത് നിർത്തൂ, പകരം ഏതെങ്കിലും ദൈവങ്ങളുടെ പേര് പറയുക. അമിത്ഷാജി അങ്ങനെ അല്ലല്ലോ പറഞ്ഞിരിക്കുന്നത്. അമിത്ഷാ പറഞ്ഞിരിക്കുന്നത് വളരെ വ്യക്തമാണ്. കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ട്, അതായത് 1947 മുതലോ അല്ലെങ്കിൽ അതിന് മുൻപോ ഇതുവരെയുള്ള ചരിത്രം എടുത്തു കഴിഞ്ഞാൽ അംബേദ്കറെ ചരിത്രത്തിൽ അംഗീകരിക്കാതിരിക്കുവാൻ വേണ്ടിയിട്ടുള്ള എല്ലാ പണിയും ചെയ്ത ഒരു കൂട്ടർ പെട്ടെന്ന് അംബേദ്കർ സ്നേഹവുമായിട്ട് വരുന്നു. അവർക്കിപ്പോൾ അംബേദ്കർ എന്ന് പറയുന്നത് ഒരു ഫാഷനായിട്ട് മാറിയിട്ടുണ്ട്. ഇങ്ങനെ നിങ്ങൾ ഇപ്പോൾ പറയുന്നതിനേക്കാൾ, അതായത് ഈ അംബേദ്കർ എന്ന് പറയുന്നതിനേക്കാൾ ഇത് അവരെ പരിഹസിക്കുവാൻ വേണ്ടിയിട്ട് മാത്രമാണ് ഇവിടെ ഈ 30 സെക്കൻഡ് വീഡിയോ കട്ട് ചെയ്തുകൊണ്ട് ഇട്ടതിന് ശേഷം അംബേദ്കറുടെ പേരിലേക്ക് ഒരു അനാവശ്യ വിവാദം കുത്തിത്തിരിക്കാൻ നോക്കിയിട്ടുള്ള ഈ പറയുന്ന INDI മുന്നണിയാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അംബേദ്കറെ ഇപ്പോൾ അപമാനിച്ചുകൊണ്ടിരിക്കുന്നത്. അതിനവർ മാപ്പ് പറയണം. അതിനു വേണ്ടിയിട്ടാണ് BJP NDA പാർലമെന്റിൽ പ്രതിഷേധം നടത്തുന്നത്. ഒന്ന്. രണ്ടാമത്തെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ മീഡിയയോട് ഞാനൊരു പ്രതിഷേധം അറിയിക്കുകയാണ്. കാരണം നിങ്ങൾ മല്ലികാർജുൻ ഖാർഗെയുടെ പ്രസ് മീറ്റ് ലൈവ് കൊടുക്കുന്നുണ്ട്, നിങ്ങൾ രാഹുൽ ഗാന്ധിയുടെ പ്രസ് മീറ്റ് ലൈവ് കൊടുക്കുന്നുണ്ട്. പക്ഷേ ഇന്ന് ശിവരാജ് സിംഗ് ചൗഹാൻ ഉൾപ്പെടെ നടത്തിയ BJPയുടെ നേതാക്കളുടെ പ്രസ് മീറ്റ്, ഇന്നലെ അമിത്ഷാ നടത്തിയ പ്രസ് മീറ്റ്, ഇതൊന്നും തന്നെ കേരളത്തിലെ മാധ്യമങ്ങൾക്ക് ലൈവ് കൊടുക്കണ്ട. അത് മാത്രവുമല്ല, ഇന്ന് രാഹുൽ ഗാന്ധി വളരെ ഓപ്പണായിട്ട് അഡ്മിറ്റ് ചെയ്തിട്ടുണ്ട്, ഞാൻ പിടിച്ച് തള്ളി. എന്നിട്ട് രാഹുൽ ഗാന്ധി പറയുകയാണ് പുഷ്കർനെ സെ കുച്ച് നഹീ ഹോ ജായേഗാ, പിടിച്ച് തള്ളുന്നത് കൊണ്ട് ഒന്നും സംഭവിക്കില്ല എന്നാണ് രാഹുൽ ഗാന്ധി പറയുന്നത്. ഒരു ഇന്ത്യയുടെ പ്രതിപക്ഷ നേതാവ് പറയാണ് പാർലമെന്റിനകത്ത് താൻ കയ്യാങ്കളിയിലേക്ക് പോകുന്നത് കൊണ്ട് ഒന്നും സംഭവിക്കില്ല എന്ന് അദ്ദേഹം പറയുമ്പോൾ ആ സ്റ്റേറ്റ്മെന്റിൽ പോലും നിങ്ങൾക്ക് യാതൊരു വിധത്തിലുള്ള വിവാദവും കാണണ്ട, യാതൊരു വിധത്തിലുള്ള കുഴപ്പവും കാണണ്ട. രാഹുൽ ഗാന്ധി ഇന്ത്യൻ പാർലമെന്റിലെ കേരള നിയമസഭയിലെ V ശിവൻകുട്ടിയുടെ നിലവാരത്തിലേക്ക് പോകുന്നതിനകത്ത് നിങ്ങൾക്ക് യാതൊരു കുഴപ്പവും കാണുന്നില്ല. പകരം അമിത്ഷാ പറഞ്ഞിരിക്കുന്ന ഒരു ബഹുനീളത്തിലുള്ള ഒരു പ്രസംഗത്തിനെ ഒരു 30 സെക്കൻഡ് കട്ട് ചെയ്തെടുത്ത് കോൺഗ്രസിന്റെ സൈബർ ഹാൻഡിലുകൾ ഇവിടെ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഫേക്ക് ആയിട്ടുള്ള ഒരു നറേറ്റീവിന്റെ പുറകിൽ പോകുവാനാണ് നിങ്ങൾക്ക് താല്പര്യം. ചർച്ച ചെയ്യാം. അല്ലല്ല, ഞാനത് പറഞ്ഞോട്ടെ. ഇനി ഇവർ ഇത്രയും പറഞ്ഞതിന് എനിക്ക് മറുപടി പറയണ്ടേ? പിന്നെ ഒന്ന്, ശ്രീ റഹീം പറയുന്നത് മനുസ്മൃതിയും ഭരണഘടനയും തമ്മിലാണ് സംവാദം എന്നാണ് പറയുന്നത്. ശ്രീ സണ്ണിയം കബിക്കാടും പറയുന്നുണ്ട് മനുസ്മൃതിയും ഇന്ത്യൻ ഭരണഘടനയും. സാറന്മാരെ, എനിക്ക് പറയാനുള്ള മനുസ്മൃതിയല്ല, മൈനോസ്മൃതിയും. അന്റോണിയോ മൈനോ ഉണ്ടല്ലോ, ആ മൈനോസ്മൃതിയും ഭരണഘടനയും തമ്മിലുള്ള പ്രശ്നമാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. അല്ലാണ്ട് മനുസ്മൃതി ഒന്നും എൻ്റെ ജീവിതത്തിൽ ഇന്ന് വരെ ഞാൻ മനുസ്മൃതി കണ്ടിട്ടില്ല. ഞങ്ങൾ ആരും തന്നെ മനുസ്മൃതി കണ്ടിട്ടില്ല. നിങ്ങൾ പറയുമ്പോൾ മാത്രമാണ് ഇങ്ങനൊരു കൃതി പണ്ട് ഇവിടെ ഉണ്ടായിരുന്നു എന്ന് പോലും ഞങ്ങളെ പോലുള്ള ആൾക്കാരൊക്കെ ഓർക്കുന്നത്. പുതിയ ജനറേഷൻ ആയതുകൊണ്ടാണ് യുവരാജ് ഇന്ത്യയുടെ ഭരണഘടന അസംബ്ലി അംഗീകരിച്ചതിന് തൊട്ടു പിന്നാലെ ഇറങ്ങിയ ഓർഗനൈസറിന്റെ 2 ലക്കങ്ങളും മനുസ്മൃതിയാണ് ഇന്ത്യയുടെ ഭരണഘടനയായി വരേണ്ടത്. ഇതല്ല കൊളോണിയൽ നീക്കിയിരിപ്പാണ്. മനുസ്മൃതി ഇന്ത്യയുടെ ഭരണഘടനയാകണം ആവശ്യപ്പെട്ടത് RSS ആണ്. അഭിലാഷ്, ഓർഗനൈസർ എന്ന് പറയുന്നത് ഒരു വീക്കിലിയാണ്. ആ വീക്കിലിയിൽ പല തരത്തിലുള്ള ലേഖനങ്ങൾ പലരുടേതായിട്ട് അച്ചടിച്ചു വരും. ഇതൊന്നും ഓൺ ചെയ്യുന്നത് RSS എന്ന് പറയുന്ന സംഘടനയാവട്ടെ, ജനസംഘമാവട്ടെ, BJP ആവട്ടെ,
ഒരിടത്ത് പോലും മനുസ്മൃതിയാണ് ബൈബിളും ഭഗവത്ഗീതയും ഒക്കെയാണ് ഈ ഓർഗനൈസർ പറയുകയോ അതിനെ എൻഡോഴ്സ് ചെയ്യുവാൻ വേണ്ടിയിട്ട് പോവുകയോ ചെയ്തിട്ടില്ല. ഇതിനകത്ത് ആരെങ്കിലും ഒക്കെ ഏതെങ്കിലും ഒക്കെ വ്യക്തികൾ ലേഖനങ്ങൾ എഴുതും. ഏത് ലേഖനങ്ങളായിരുന്നാലും ശരി തന്നെയാണ്. ഇപ്പോൾ ശ്രീകൃഷ്ണന് ദൈവത്വം കൽപ്പിക്കണ്ട എന്ന് പറഞ്ഞൊരു ആർട്ടിക്കിൾ വന്നാൽ അത് കേസരിയിൽ ഉൾപ്പെടെ പബ്ലിഷ് ചെയ്തു വരും എന്ന് പറഞ്ഞുകൊണ്ട് അത് സംഘടനയുടെ നിലപാടാവോ? ആൾക്കാർക്ക് പലതരത്തിലുള്ള വ്യത്യസ്തങ്ങളായിട്ടുള്ള നിലപാടുകൾ ഉണ്ടാവുമെന്നേ. ഇത് ഈ പറയുന്ന ആർട്ടിക്കിളുകൾ പ്രസിദ്ധീകരിച്ചു വരുന്നത് സംഘടനയുടെ ഔദ്യോഗിക നിലപാട് എങ്ങനെയാണ്? അത് അന്നും പ്രസിദ്ധീകരിക്കപ്പെടും, ഇന്നും പ്രസിദ്ധീകരിക്കും. ഞാൻ പറഞ്ഞോട്ടെ, അംബേദ്കർ, ബാബാ സാഹേബ് അംബേദ്കർ ഹിന്ദു മതത്തിനെ വിമർശിച്ചിട്ടുണ്ട്. ആ വിമർശിച്ചിരിക്കുന്ന അംബേദ്കറിനെ തന്നെ ഉൾക്കൊള്ളുവാൻ വേണ്ടിയിട്ട് അന്ന് മുതൽ വലിയ പരിശ്രമം സംഘപരിവാറിന്റെ നേതൃത്വത്തിൽ ഉണ്ടായിട്ടുണ്ട്. പിന്നെ ഇവിടെ എന്താണ്, അംബേദ്കർ ഹിന്ദു മതത്തിനെ വിമർശിച്ചു എന്ന് പറഞ്ഞു. അംബേദ്കറിന് കമ്മ്യൂണിസത്തോടുള്ള നിലപാട് എന്തായിരുന്നു? ഒന്ന് പറഞ്ഞുതരാം. അംബേദ്കറിന് കമ്മ്യൂണിസത്തോടുള്ള നിലപാട് എന്തായിരുന്നു? അംബേദ്കർ ഖുറാനെ കുറിച്ചിട്ട് എന്താണ് പറഞ്ഞിട്ടുള്ളത്? അംബേദ്കറിന്റെ പാകിസ്ഥാൻ ഓർ പാർട്ടീഷൻ ഓഫ് ഇന്ത്യ എന്ന് പറയുന്ന പുസ്തകം വായിച്ചിട്ടുണ്ടോ? അതിനകത്ത് ഇസ്ലാമിനെയും ഖുറാനെയും വിമർശിച്ചിരിക്കുന്നത് ഏതൊക്കെ തലത്തിലാണ് എന്ന് ശ്രീ സണ്ണിയം കബിക്കാടിനൊന്ന് പറയാമോ? അംബേദ്കർ എല്ലാവരെയും വിമർശിച്ചിട്ടുണ്ടെന്നേ. അംബേദ്കർ വളരെ മോഡേൺ ആയിട്ടുള്ള ഒരു സൊസൈറ്റി സ്വപ്നം കണ്ട ഒരാളാണ്, അതിനുവേണ്ടി പ്രവർത്തിച്ച ഒരാളാണ്. അദ്ദേഹം സ്വാഭാവികമായിട്ട് എല്ലാത്തിനെയും വിമർശിച്ചിട്ടുണ്ടാവും. അല്ലാണ്ട് അദ്ദേഹം വൺ സൈഡ് വിമർശനം നടത്തിയിരുന്ന നിങ്ങളെ പോലുള്ള സെലക്റ്റീവ് ആക്ടിവിസ്റ്റ് ആയിരുന്നില്ല. ഒന്ന്. രണ്ടാമത്തെ ഒരു കാര്യം കൂടി പറഞ്ഞോട്ടെ, ഞാനൊന്ന് കംപ്ലീറ്റ്. അംബേദ്കറുടെ കോലം മാത്രമാണോ കത്തിച്ചത്? സ്വാഭാവികമായിട്ടും ഒരു നയത്തിൽ എതിരഭിപ്രായം ഉണ്ടാകുമ്പോൾ അന്നത്തെ നിയമമന്ത്രിയുടെയും അന്നത്തെ പ്രധാനമന്ത്രിയുടെയും ഉൾപ്പെടെയുള്ള കോലം കത്തിച്ചിട്ടുണ്ട്. ഈ കോലം കത്തിക്കുക എന്ന് പറയുന്നത് ജനാധിപത്യ വ്യവസ്ഥിതിയിൽ പറഞ്ഞിട്ടുണ്ട്.